ഹലോ ഫ്രണ്ട്സ്, മൗണ്ടൻ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു വിഷ്ണു. ഇന്നലെയായിരുന്നു നമ്മുടെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ട്രിപ്പ്. ഇപ്പോൾ ഉള്ളത് ആറ്റിങ്ങലിലാണ് ഞാൻ ഉള്ളത്. ഞാൻ രാവിലെ ഒരു 7 മണിക്ക് അപ്പോഴത്തേട്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വീഡിയോയിൽ ഒത്തിരി പോരായ്മകളുണ്ട്, അതെനിക്കും നന്നായിട്ട് അറിയാം. അത് കാണുന്ന നിങ്ങളെല്ലാം ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നല്ല നല്ല വീഡിയോസുകൾ നമുക്ക് ഡെയിലി വരും ദിവസങ്ങളിൽ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാം. അതുപോലെ കരുണാലയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോയായിരുന്നു. അത് വയ്യാത്ത കുട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ എന്താ പറയുക, അവരൊത്തിരി നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ വീഡിയോ ക്ലിപ്പൊക്കെ കുറച്ചേ ഉള്ളൂ. അതിൽ അവരെ പറ്റി അവരുടെ ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉള്ളത്. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. ഇന്നിവിടെ നിന്ന് ഒരു മഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷികളാവുകയാണ് നമ്മളെല്ലാവരും. അത് മറ്റൊന്നുമല്ല, കോതമംഗലം സ്വദേശിയായ വിഷ്ണു തങ്കപ്പൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ഒരു സൈക്കിൾ യാത്ര ഇന്നിവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ആ സൈക്കിൾ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനം മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യ മുഴുവനും കറങ്ങി ഇന്ന് മുതൽ 2 വർഷക്കാലത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മനസ്സിലെ ആഗ്രഹം പര്യവസാനിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിനാവശ്യമായ ഒരു റൈഡ് കൂടിയാണ് ഇത്. പൊതുജനങ്ങളിലേക്കും കൂടെ എത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ വിഷ്ണു തങ്കപ്പൻ നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ ഇവിടെ ഇന്ന് ഈ ഒരു യാത്രയ്ക്ക് തുടക്കമാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഈ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒട്ടനവധി ഫുട്ബോൾ കളിച്ച നമ്മുടെ തിരുവനന്തപുരം തന്നെ സ്വദേശിയായിട്ടുള്ള പ്രിയപ്പെട്ട സിയാദ് ലത്തീഫ് അവറുകളാണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഇതൊരു ഇന്ത്യ റൈഡ് ആയതുകൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി തന്നെ ഇതിൻ്റെ ഒരു മുഖ്യ അതിഥിയാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട സിയാദ് സാറിനെ ഇവിടെ ക്ഷണിച്ചത്. സിയാദ് സാർ ചെന്നൈയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത്. ചെന്നൈയിൽ ATS ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് സാറ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷത്തിൽ നമ്മളെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ, ടാക്സി ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ യാത്രക്കാരടക്കമുള്ള നിരവധി പേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഈ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സിയാദ് സാറിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. 2 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ സൈക്കിൾ യാത്ര ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ടൊരു വാർത്തകൾ. എൻ്റെ പേര് സൗമ്യ. ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. ഞാനൊരു സ്പെഷ്യൽ ടീച്ചിങ് പാസ്സായതാണ്. ഡിപ്ലോമ പാസ്സായ ടീച്ചറാണ് ഞാൻ. പിന്നെ കൂടാതെ ഇവിടെ 2 ടീച്ചർമാരും കൂടെ ഉണ്ട്. മൊത്തത്തിൽ 3 ടീച്ചർമാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ കൊച്ചുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിക്ക് വളർച്ച കുറവുള്ള കൊച്ചുങ്ങളാണ്. അവരെക്കൊണ്ട് ഒരു കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിയത്തില്ല. ചിലതിൽ കുറച്ച് കൊച്ചുങ്ങൾ നടക്കാൻ പറ്റാത്ത കൊച്ചുങ്ങളുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത കൊച്ചുങ്ങളുണ്ട്, ചെവി കേൾക്കാൻ പറ്റാത്ത കൊച്ചുങ്ങളുണ്ട്, കണ്ണ് കാണാൻ വയ്യാത്ത കൊച്ചുങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പല രീതിയിലുള്ള കൊച്ചുങ്ങളുണ്ട്. പിന്നെ വയലൻ്റായ കുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇങ്ങനെ മെഡിസിനൊക്കെ കൊടുത്താണ് ഇവരെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. കൊച്ചുങ്ങൾക്ക് ആരുമില്ല, ഇവർ അനാഥരാണ്. അച്ഛനും അമ്മയും മരിച്ച കൊച്ചുങ്ങളാണ് ഇതിൽ കൂടുതലും ഉള്ളത്. പിന്നെ പോലീസിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട്, പോലീസ് സ്റ്റേഷൻ വഴി വന്നവരുണ്ട്, മുനിസിപ്പാലിറ്റി വഴി കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ ആരും ഇല്ലാത്തവരാണ് ഇവിടെ കൂടുതലുള്ളത്.
സ്വയം ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ നിൽക്കുന്ന ടീച്ചർമാരും ആയമാരും എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ട കൊച്ചുങ്ങളാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ. ആ അഭിജിത്ത് എന്നാണ് പേര്. പേരെന്തെങ്കിലൊക്കെ? ആ സുനില്. ആ എൻ്റെ പേര് വിഷ്ണു. എന്തെങ്കിലും പേരെന്തൊക്കെയാ? പേരെന്താ? വിഷ്ണു. എൻ്റെ പേര് വിഷ്ണു എന്നാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ പോരായ്മയുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇനിയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൂടെ കൂടുക. നമ്മൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വരും. അതുപോലെ ഷോർട്ട് വീഡിയോസും എല്ലാം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലും എല്ലാത്തിലും നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.